നാം ഓരോരുത്തരും കാത്തിരിപ്പിൻ്റെ മക്കളായിരിക്കണമെന്നാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. പ്രതീക്ഷയോടുകൂടെ ദൈവത്തിൻ്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗം. പ്രതീക്ഷയോടുകൂടെ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നമുക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട് എൻ്റെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന്. എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ ഞാൻ ഒരുക്കത്തോടു കൂടെയാണോ എന്നായിരിക്കുക എന്ന് ധ്യാനിക്കുവാൻ ഈ ദിനത്തെ നമുക്കൊന്ന് മാറ്റിവെക്കാം. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൂട്ടുമ്പോഴൊക്കെ നാം പലപ്പോഴും ഒഴിവാക്കുക ദൈവികമായ കർമ്മങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെയാണ്. ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യുമ്പോഴും ദൈവത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഉദാസീനത ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് തിരികെ വരാം. ഒരുക്കത്തോടുകൂടെ അവസാനം വരെ പിടിച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുവാനും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുവാൻ ഒരുക്കമുള്ളവരായിട്ടിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക തിരുസഭ വിശുദ്ധ ഹെലേനയുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ്. മിലാൻ വിളംബരത്തിലൂടെ ക്രിസ്തുമതത്തിന് ആരാധിക്കുവാനുള്ള അവകാശം കൊടുത്ത കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണ് വിശുദ്ധ ഹെലേന. ഈശോ മിശിഹായുടെ തിരുക്കുരിശ് കണ്ടെത്തുവാനും മുൻകൈയെടുത്തത് ഈ ഹെലേന രാജ്ഞിയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതക്രമങ്ങളിലൊക്കെ ക്രിസ്തുവിനോട് കൂടെയാകുവാനും അവനെ കണ്ടെത്തി അവന് വേണ്ടി കാത്തിരിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ഇന്ന് ഓഗസ്റ്റ് മാസം 18-ാം തീയതി വിശുദ്ധ ഹെലേനയുടെ ഓർമ്മദിനം. മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലേന രാജ്ഞി. രാജ്ഞി ഇംഗ്ലീഷുകാരിയാണെന്ന് പറയുന്നു. മാക്സിൻസിയൂസുമായുള്ള യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് കുരിശിന്റെ അടയാളത്തിൽ ജയിക്കാമെന്നുള്ള ദർശനമുണ്ടായ ശേഷം അദ്ദേഹം ക്രിസ്ത്യാനികളോട് അത്യന്തം ആർദ്രത പ്രദർശിപ്പിച്ചു പോന്നു. ലാറ്ററൻ കൊട്ടാരം മെൽക്കിയാദേസ് മാർപ്പാപ്പയ്ക്ക് ചക്രവർത്തി 313 വിട്ടുകൊടുത്തു. മാനസാന്തരത്തിനു ശേഷം ഹെലേന രാജ്ഞി ഭക്താഭ്യാസങ്ങളിലും ദാനധർമ്മങ്ങളിലും അത്യുത്സുകയായിരുന്നു. 326-ൽ ജെറുസലേമിലെ ബിഷപ്പ് മക്കാരിയൂസിന് ഗാഗുൽത്തായിൽ ഒരു ദൈവാലയം പണിയുന്നതിന് കൽപ്പന കൊടുത്തു. അന്ന് രാജ്ഞിക്ക് 75 വയസ്സായിരുന്നെങ്കിലും ദൈവാലയ നിർമ്മാണം നേരിൽ കാണുവാൻ രാജ്ഞി ജെറുസലേമിലേക്ക് പോയി. ക്രിസ്തു തറയ്ക്കപ്പെട്ട യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. ഗാഗുൽത്തായിൽ കുന്നുകൂടി കിടന്നിരുന്ന ചപ്പും ചവറും മാറ്റുകയും വീനസിന്റെ പ്രതിമ നീക്കുകയും ചെയ്തപ്പോൾ 3 കുരിശുകളും കണ്ടെത്തി. ഏതാണ് ഈശോയെ തറച്ച കുരിശെന്ന് മനസ്സിലാക്കുവാൻ ഈ കുരിശുകൾ ഓരോന്നായി എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശ് തൊട്ടപ്പോൾ സ്ത്രീയുടെ രോഗം ഉടനെ സൗഖ്യവുമായി. കുരിശ് കണ്ടെത്തിയതിൽ ഹെലേന രാജ്ഞിക്ക് ഏറെ അഭിമാനമുണ്ടായി. അവിടെ ഒരു ദൈവാലയം പണിയുകയും ചെയ്തു. രാജ്ഞി മെത്രാന്മാരോടും പുരോഹിതരോടും വളരെ ബഹുമാനം പ്രദർശിപ്പിച്ചിരുന്നു. പ്രജകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ പുരോഹിതന്മാരോടുള്ള ബഹുമാനം പ്രയോജകീഭവിക്കുമെന്ന് ബോധ്യവുമുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഓരോ പള്ളി പണിയിച്ച് രാജ്ഞി റോമിലേക്ക് മടങ്ങി. താമസിയാതെ AD 328-ൽ രാജ്ഞി നിര്യാതയായി. ക്രൂര മതപീഡകരായ ചക്രവർത്തിമാരുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട ഹെലേന രാജ്ഞിക്ക് കുരിശിനോടുണ്ടായ ഭക്തി അന്യാദൃശ്യം തന്നെ. കുരിശേ, എൻ്റെ ഏക അഭയമേ, സ്വസ്തി. നമുക്കും കുരിശോട് ചേരാം. കുരിശിനെ പുണർന്നുകൊണ്ട് നമ്മുടെ ജീവിതവും അനുഗ്രഹമാക്കുകയും ചെയ്യാം. പ്രതീക്ഷിക്കാത്ത സമയത്തും ഈശോ കടന്നു വന്നാലും അവിടെയും ഒരുക്കത്തോടുകൂടെ ആയിരിക്കുമ്പോൾ ക്രിസ്തു നമ്മളെ ഓർത്ത് ആനന്ദിക്കുന്നുണ്ടാവും. സ്നേഹമുള്ളവരെ, നമുക്ക് ഓരോ നിമിഷവും ഒരുക്കത്തോടു കൂടെ ആവാം. ഹെലേന രാജ്ഞി പഠിപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ തേടിയിറങ്ങുവാനായിട്ടും നമ്മുടെ ജീവിതക്രമങ്ങളിലൊക്കെ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ടും നമുക്ക് ഈ ദിനത്തെ മാറ്റിവെക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.